കേരളത്തിൽ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ മലപ്പുറവും കോഴിക്കോടുമൊക്കെയാണ് ആദ്യം ഓടി വരികയെങ്കിലും പാലക്കാട് അത്ര മോശമൊന്നല്ല. എന്നാൽ അവിടെ കളിക്കാനൊരു നല്ല മൈതാനമില്ല എന്നതാണ് പ്രശ്നം. അങ്ങനെയിരിക്കെ പാലക്കാട്ടെ എംപിയും MLAയും എല്ലാം ഒത്തുപിടിച്ച് ഒരു ഗ്രൗണ്ട് ശരിപ്പെടുത്തി. ഉദ്ഘാടനത്തിന് കായിക മന്ത്രിയെയും വിളിച്ചു. കളിക്കാൻ ബൈച്ചിങ് ബൂട്ടിയെയും IM വിജയനെയും എല്ലാം വിളിച്ചു. ഒപ്പം തക്കം പാർത്തിരുന്ന MP രാജേഷ് MPയും കളിക്കാനിറങ്ങി. That's it. Kick off for the match. Chuvana jerseyil Baichung 11, Manya jerseyil IM Vijayan 11. Exhibition match between Baichung Bhutia 11 and IM Vijayan 11. Faisal Pandumai, Faisal MP Rajesh. തനിക്ക് എന്തായിരുന്നു എണ്ണം? കുറെ നാളായാലും എഴുന്നള്ളിയിട്ട് ഡെയിലി പ്രാക്ടീസ് ഇല്ലാതിന്റെ കുഴപ്പം കഴിഞ്ഞ കൊല്ലം നീ കണ്ടതല്ലേ? കണ്ടാലും കൊണ്ടാലും പൊട്ടിക്കാത്ത. അയ്യോ സാർ, വെള്ളിയാഴ്ച കളി ഞാൻ ഉണ്ടായിരുന്നു. ചൊവ്വയും വെള്ളിയൊക്കെ പള്ളിയിൽ. ഞാൻ സീരിയസ് പറയുകയാണ്. ബോധിച്ചോ നടക്കാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണമെന്നില്ല. മണി പോലെ കളിക്കുന്ന മിടുക്കന്മാര് പിള്ളേര് വേറെ ഉണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ. Ex-Mohan Bagan player, Asif Shahir, Abdul Naushad, Sundaramaya passing, Abdul Naushad! Abdul Naushad! വലതുവെങ്കിൽ Baichung, easy chance, jersey number 11. സണ്ണി റൈറ്റ് ഔട്ടും താൻ റൈറ്റ് ഇന്നുമായ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നാഷണൽ കേരളത്തിൽ വെച്ചാണെന്ന് മറക്കണ്ട. അല്ല, ഞാൻ എത്ര സീരിയസ് ആയി പറഞ്ഞാലും നിനക്കൊന്നും പുല്ല് വില പോലും ഇല്ലല്ലോ. അങ്ങനെയല്ല സാർ. പോയി കളിക്ക്. Penalty.
അങ്ങനെ MP രാജേഷും ഒരു കളിക്കാരനായി. അടുത്ത സന്തോഷ് ട്രോഫി ടീമിൽ കേരളത്തിനെ പ്രതിനിധാനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ലീഗ് ഫുട്ബോളിൽ ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് മനസ്സ് വെച്ച് ഷാഫി പറമ്പിലും VT ബൽറാമും ഉണർന്ന് കളിച്ചാൽ പാലക്കാട് എന്നുള്ള ടീമിനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. EP ജയരാജൻ്റെ അത്രയ്ക്ക് വരില്ലെങ്കിലും AC മൊയ്തീനും നല്ല ഒരു കോച്ചാകാനുള്ള ഭാവി ഉണ്ടെന്ന് വിലയിരുത്തിക്കൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. മാണിയെ കോണിചാരി മുന്നണിയിലേക്ക് വിളിച്ച ഹസൻ ഗാന്ധി മാധ്യമപ്രവർത്തകരെ തിരിച്ചു കടിച്ചു. ക്ഷണിച്ചിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. താനിപ്പോ എന്താ പറഞ്ഞ? ക്ഷണിച്ചിട്ടില്ല അതിനുശേഷം മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അതിനു മുമ്പ് മാണി സാർ പുറത്തു പോയതാണ്. അദ്ദേഹം എത്രയും വേഗം മടങ്ങി വരണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വാദം. മുന്നണിയിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ഹസൻ. 21-ാം തീയതി UDF കൂടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചർച്ചയുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് 21-ാം തീയതി UDF യോഗം കൂടുന്നുണ്ട്. ഞങ്ങൾ ആലോചിക്കും. നിറം മാറ്റിയത് പാർട്ടി ചർച്ചയിൽ നിന്ന് കണക്കിന് കേട്ടതോടെ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ബാബറി മസ്ജിദിന്റെ പേരിൽ അദ്വാനിയെ കാട്ടിലേക്ക് അയക്കാൻ മോദിജിയുടെ ഇടിവെട്ട് തന്ത്രം കണ്ടോ? ഇനി മണപ്പള്ളി പവിത്രൻ കളി മാറ്റി കളിക്കുക. പവിത്രന്റെ കളി വേറെയാ. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനാം ദുർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി ജി അഭിപ്രായം രേഖപ്പെടുത്തി. മതേതര ഇന്ത്യ ആ കൺസെപ്റ്റ് എന്നും നിലനിൽക്കും എന്നുള്ളതിന് ഒരു പ്രതീക്ഷ ഉയർത്തിയ വിധിയാണിത്. അപ്പൊ എങ്ങനെയാ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? ബന്ധു നിയമനത്തിൽ ഒരു താക്കീത് കൂടി കിട്ടിയ ചിറ്റപ്പൻ വീണ്ടും ഉഷാറായി. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? ദില്ലി കൈയടക്കാൻ പോയ പിണറായി മുഖ്യനെ കെജ്രിവാൾ വണങ്ങി കുപ്പിയിലാക്കി. എന്താണ് ചെറുക്കാൻ എനിക്ക് വേണ്ടത്? മല്ലഞ്ചര ഉണ്ണിത്താന്റെ അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. നിങ്ങളോട് ഒളിഞ്ചു പോകാൻ ആരെ പറഞ്ഞു? നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസം. പാലക്കാടിന് ഇത് ഫുട്ബോളിന്റെ സുവർണകാലം. ഫൈസൽ പന്തുമായി ഫൈസൽ MP രാജേഷ് തനിക്ക് എന്തായിരുന്നു എണ്ണം? കുറെ നാളായാലും എഴുന്നള്ളിയിട്ട് ഡെയിലി പ്രാക്ടീസ് ഇല്ലാതിന്റെ കുഴപ്പം കഴിഞ്ഞ കൊല്ലം നീ കണ്ടതല്ലേ? കണ്ടാലും കൊണ്ടാലും പൊട്ടിക്കാത്ത. അയ്യോ സാർ, വെള്ളിയാഴ്ച കളി ഞാൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഡെമോക്രസിയുടെ സമയം അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.